ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മെട്രോ സ്റ്റേഷൻ എവിടെയാണ്? ഈ ചോദ്യത്തിന് ഉത്തരമാകാനൊരുങ്ങുകയാണ് ദുബായ്. 74 മീറ്റർ ഉയരത്തിൽ MR പ്രോപ്പർട്ടീസ് എന്ന പേരിലാകും ഈ സ്റ്റേഷൻ ദുബായ് മെട്രോയുടെ ഭാഗമാകാനൊരുങ്ങുന്നത്. ദുബൈയുടെ എല്ലാ കോണിലും ജീവനാഡിയാകാനൊരുങ്ങുന്ന ബ്ലൂ ലൈൻ മെട്രോ പദ്ധതിയുടെ ആദ്യ സ്റ്റേഷന് തറക്കല്ലിട്ടിരിക്കുകയാണ് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഈ ചടങ്ങിനോടൊപ്പമാണ് ബ്ലൂ ലൈനിൽ വരാനൊരുങ്ങുന്ന ഉയരം കൂടിയ മെട്രോ സ്റ്റേഷന്റെ പ്രഖ്യാപനവും നടന്നത്. MR രൂപകൽപ്പന ചെയ്യുന്ന മെട്രോ സ്റ്റേഷൻ ബുർജ് ഖലീഫ, മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ, ദുബായ് ഫ്രെയിം എല്ലാം പോലെ ദുബൈയുടെ പ്രധാന ഐക്കണുകളിൽ ഒന്നായി മാറുമെന്നാണ് ഷെയ്ഖ് മുഹമ്മദ് അറിയിച്ചത്. അത്യാഡംബര സൗകര്യങ്ങളോടെ 11,000 സ്ക്വയർ മീറ്റർ വിസ്തൃതിയിലാകും ഈ മെട്രോ സ്റ്റേഷൻ ഒരുങ്ങുക. പ്രതിദിനം 1,60,000 യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നതാണ് ഈ സ്റ്റേഷന്റെ പ്രധാന പ്രത്യേകത. മെട്രോ പ്രവർത്തനം ആരംഭിക്കുന്നത് മുതൽ 10 വർഷത്തേക്ക് ഈ മെട്രോ സ്റ്റേഷന്റെ പേരിടുന്നതിനുള്ള അവകാശം MR പ്രോപ്പർട്ടീസിനായിരിക്കും. മെട്രോ എത്താത്ത ദുബൈയുടെ എല്ലാ കോണിലും ബ്ലൂ ലൈൻ വരും. 1.3 കിലോമീറ്റർ നീളത്തിൽ ദുബായ് ക്രീക്കിന് കുറുകെ റെയിൽ പാലം വരുന്നുവെന്നതാണ് ബ്ലൂ ലൈനിന്റെ മറ്റൊരു പ്രത്യേകത. നിലവിലുള്ള ഗ്രീൻ ലൈനിലെ അൽജദ്ദാഫിലെ സ്റ്റേഷനെയും റെഡ് ലൈനിലെ റാഷിദിയ സ്റ്റേഷനെയും ഇന്റർനാഷണൽ സിറ്റി 1 സ്റ്റേഷനെയും ബ്ലൂ ലൈനുമായി ബന്ധിപ്പിക്കും. ബ്ലൂ ലൈൻ മെട്രോ ആകെ 30 കിലോമീറ്ററാണ് വരുന്നത്. ഇതിൽ 15.5 കിലോമീറ്റർ ഭൂഗർഭപാതയാണ്. 14 സ്റ്റേഷനുകൾ ഉണ്ടാകും. 2 പ്രധാന റൂട്ടുകളാണ് ഉണ്ടാകുക. ദുബായ് ക്രീക്ക് ഇന്റർചേഞ്ച് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, ദുബായ് ക്രീക്ക് ഹാർബർ, റാസൽ ഖോർ, ദുബായ് ഇന്റർനാഷണൽ സിറ്റി 1, 2, 3, സിലിക്കൺ ഒയാസിസ്, അക്കാദമിക് സിറ്റി, അൽ റുവായ 3യിൽ എത്തിച്ചേരുന്നതാണ് ആദ്യത്തെ റൂട്ട്. റെഡ് ലൈനിലെ സെൻട്രൽ പോയിന്റ് സ്റ്റേഷനിൽ നിന്ന് തുടങ്ങി മിർദിഫ് അൽവർക്കയിലൂടെ ആദ്യത്തെ റൂട്ടിലെ ഇന്റർനാഷണൽ സിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് രണ്ടാമത്തെ റൂട്ട്. ആദ്യത്തെ റൂട്ടിൽ 10 സ്റ്റേഷനുകളും രണ്ടാമത്തെ റൂട്ടിൽ 4 സ്റ്റേഷനുകളുമാണ് ഉണ്ടാകുക. 56 ബില്യൺ ദിർഹമാണ് നിർമ്മാണ ചെലവ്. ഏതൊരു പദ്ധതിയും അതിവേഗ നിർമ്മാണം പൂർത്തിയാക്കുന്ന UAEയിൽ ബ്ലൂ ലൈൻ 2029ഓടെ സാധ്യമാകും.